നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മിക്കാനായിട്ട് എത്ര രൂപ വരും, അല്ലെങ്കിൽ ബൈക്ക് നിർമ്മിക്കാനായിട്ട് എത്ര രൂപ വരും എന്നാണ് ചോദിച്ചത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഊഹം നമുക്ക് പറയാനേ പറ്റുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്നതല്ലാത്തതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ഉദ്ദേശം പറയാൻ പറ്റുള്ളൂ. അപ്പൊ എൻ്റെ ഒരു രീതിയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ 2-3 വണ്ടി ഉണ്ടാക്കിയുള്ളതുകൊണ്ട് ഒരു 2 വണ്ടിയുടെ കേസ് ഞാൻ പറയാം, ഒരു ബൈക്കും ഒരു സ്കൂട്ടറിന്റെ കേസ് പറയാം. ഇപ്പൊ നമ്മൾ ബൈക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, പഴയ വണ്ടിയാണെങ്കിൽ നമുക്ക് അതിൽ വരുന്ന ചെലവെന്ന് പറയാനായിട്ട് ഒരു ഊഹം നമുക്ക് ടോട്ടൽ എത്ര വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരിക്കണം. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ വിചാരിച്ച ഫണ്ടിൽ നിന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ വിഷമത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ആദ്യം ഒരു റഫായിട്ടൊരു ഇത് എടുക്കുക. ഞാൻ മൊബൈൽ എടുക്കാം, ഒരു കൂട്ടം നമുക്കിതിൽ മെറ്റീരിയലിന് എത്ര കോസ്റ്റ് വരുന്നുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഉള്ള വണ്ടിയാണെങ്കിൽ ആ വണ്ടിക്ക് ഒരു വില നമ്മൾ കണക്ക് കൂട്ടുക. അപ്പൊ നമ്മുടെ കയ്യിലുള്ള വണ്ടി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ കയ്യിലൊരു പഴയ വണ്ടിയാണ്, അതിന് ഞാൻ 2000 രൂപയാണെങ്കിൽ 2000 രൂപ ആ വില ഇടുക ആ വണ്ടിക്ക്. ഇനി അതല്ല ഒരു 10,000 രൂപയാണ്. ഇപ്പൊ എൻ്റെ ഒരു പൾസർ വണ്ടിയാണ്, ആ 180 ആണ്, അതിനൊരു മൊത്തം ഒരു 10,000 രൂപ കിട്ടുന്നതാണെങ്കിൽ അപ്പൊ നമ്മളൊരു 10,000 രൂപ ആ വണ്ടിക്ക് കിട്ടും. പിന്നെ ഇതിൽ വരുന്നത് എന്താണെന്നുള്ളത് നോക്കാം. ബാറ്ററി വരും. ബാറ്ററിക്ക് നമുക്ക് എത്ര വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂട്ടർ ആയാലും ബൈക്ക് ആയാലും സെയിം ആയിരിക്കും ബാറ്ററിക്ക് വരുന്ന കോസ്റ്റ്. അപ്പൊ ഒരു 24 AH ആണെങ്കിൽ നമുക്ക് വരുന്നത് ഏകദേശം ഒരു 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അടുത്ത് അന്ന് വരും. ഞാൻ വെച്ചേക്കുന്നത് ഒരു 45 AH ആണ്. 45 AH ഒക്കെ നമുക്ക് വരുന്നത് ഏകദേശം അന്നത്തെ ഒരു 12,000 രൂപ എന്നുണ്ട് 4 അപ്പൊ ഒരു 18,000 രൂപ കൂട്ടുക. പിന്നെ ഇതിൽ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെപ്പ് ഡൗൺ, അതായത് 12 വോൾട്ടിൽ നിന്ന് നമുക്ക് കുറയ്ക്കാവുന്ന 12 വോൾട്ടായിട്ട് കുറയ്ക്കാവുന്ന ഒരു റെഗുലേറ്റർ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു റെഗുലേറ്ററിന് വരുന്നത് ഒരു 1,500 രൂപ അല്ലെങ്കിൽ 1000 രൂപയാണ് വരുന്നത്. ഞാനൊരു 1,500 രൂപ വെച്ചേക്കണത്. 1,500 രൂപ വന്നു. പിന്നെ എന്നിട്ട് അതിൽ വരുന്ന ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്. സ്പീഡോമീറ്ററിനും ഈ പറഞ്ഞ 1,500 രൂപ വരുന്നുണ്ട്. അപ്പൊ ഒരു 3,000 രൂപയായി. അപ്പൊ 23,000 രൂപ അങ്ങനെ തന്നെ അതിന് വന്നു. പിന്നെ വേറെ ഇതില് പറയാനായിട്ട് ത്രോട്ടൈൽ വരുന്നുണ്ട്. ത്രോട്ടൈലിനൊരു 1000 രൂപ. അപ്പൊ 24,000 രൂപ അങ്ങനെ വന്നു. 4,000 രൂപ, അതായത് 24,000 ആയിട്ടോ. അപ്പൊ 24,000 രൂപ അതിന് തന്നെ വന്നു. പിന്നെ നമുക്ക് അതിൽ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടിയിൽ എങ്ങനെയാണ് കൊണ്ടുചെല്ലേണ്ടത്, ഇല്ലെങ്കിൽ വണ്ടിയുടെ ബാറ്ററി ഒക്കെ എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് ബാറ്ററിക്ക് വരുന്നുണ്ട് കേട്ടോ. ബാറ്ററി നമ്മൾ VRL ബാറ്ററി വെക്കുകയാണെങ്കിൽ, 24 AH ബാറ്ററി വെക്കുകയാണെങ്കിൽ ഒരു 8,000 അല്ലെങ്കിൽ 10,000 രൂപ റേഞ്ചിൽ വരും. അത് 45 AH മാറിക്കഴിഞ്ഞാൽ ഒരു 18,000 രൂപ ആ റേഞ്ചിലേക്ക് VRL ബാറ്ററിക്ക് തന്നെ വന്നു. അതിൽ നമുക്ക് ലിഥിയൻ ബാറ്ററി വെക്കുന്നതെന്നുണ്ടെങ്കിൽ ലിഥിയൻ ബാറ്ററിക്ക് വന്നു ഒരു 18,000 രൂപ തൊട്ട്. പക്ഷെ AH കുറവായിരിക്കും, ഒരു 26 അല്ലെങ്കിൽ 24 AH ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ 18,000 രൂപയ്ക്ക് ലിഥിയൻ ബാറ്ററി കിട്ടുക. അത് നമ്മൾ ലിഥിയൻ ഫോസ്ഫേറ്റിലേക്ക് മാറുകയാണെങ്കിൽ നമുക്ക് അവിടെ വരുന്നത് 25,000 രൂപയോളം വരും. ഈ പറഞ്ഞ 24 26 AH നമുക്ക് കിട്ടാനായിട്ട്. അപ്പൊ ഒരു 25,000 രൂപ അതിന് തന്നെ വന്നു കേട്ടോ. അപ്പൊ ഒറ്റടിക്ക് 25,000 രൂപ ആയപ്പോഴത്തേക്ക് നമുക്ക് 24-25 നിന്നായിരുന്നു. അപ്പൊ ഒറ്റടിക്ക് 50 ആയി. ഇപ്പൊ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ടാ 50 രൂപ വരുന്നു ഈ ഇതിലേക്ക്. പിന്നെ അതിൽ വരുന്നത് സ്കൂട്ടറിലായാലും ബൈക്കിലായാലും നമ്മൾ വെക്കുന്ന സ്പേസ് നമ്മൾ അറേഞ്ച് ചെയ്യണം. ആ അറേഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു പൈസ നമ്മൾ കണക്കൂട്ടണം. അത് ചിലപ്പോൾ ഒരു ഫ്രെയിം ഉണ്ടാക്കാതിരിക്കും ചെയ്യേണ്ടവ, ഉള്ളിലെ എഞ്ചിൻ എടുത്ത് കളഞ്ഞിട്ട്. ഇപ്പോൾ ബൈക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ, ബൈക്ക് നമുക്ക് എഞ്ചിനിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എഞ്ചിന്റെ പിസ്റ്റൺ സിലിണ്ടർ ഊരി കളയാം. അത് ഊരി കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റ്, ജിയുടെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് കറക്റ്റ് അതിലേക്ക് ഒരു സ്പേസർ ഇട്ട് മോട്ടറിനെ നിർത്താൻ പറ്റും. അത്തരം രീതിയിൽ നിർത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് റേറ്റ് കുറവിൽ തന്നെ ചെയ്തു പോകാൻ പറ്റും. അതിന് ഇച്ചിരി നമുക്ക് ചെയ്യാൻ അതായത് നമുക്കറിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് കൊണ്ടു ചെല്ലണം. അത്തരത്തിൽ കൊണ്ടു ചെന്നിട്ട് നമുക്ക് ഇതിന് എത്ര രൂപ വരും, അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടു ചെല്ലാൻ പറ്റുന്ന ഒന്ന് ചെയ്തു തരുമെന്ന് ചോദിച്ചാൽ അവർ ചെയ്തു തരുമെങ്കിൽ അവരുടെ അടുത്ത് തന്നെ ചെയ്ത് മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ചെയ്യുക. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വണ്ടി ബൈക്ക് ഗിയറിൽ എങ്ങനെ ഓടിക്കുന്നു അതേ രീതിയിൽ തന്നെ നമുക്ക് ഇലക്ട്രിക്കിൽ തന്നെ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിൽ ചെയ്യുന്നതിന് ഒരു പൈസ വരുള്ളൂ കേട്ടോ, ആ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് ഒരു പൈസ. പിന്നെ നമുക്ക് ബാറ്ററി വെക്കാനുള്ള ഒരു സ്പേസ് കണ്ടെത്തണം. ആ ബാറ്ററി വെക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ മോട്ടറിന്റെ മോൾ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ടാങ്കിനോട് അടിയിലായിട്ട് തന്നെ ഒരു ഇത് കൊണ്ടു ചെല്ലാം.
സെക്ഷൻ ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുചെല്ലാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വേറെ എവിടെയാണോ ആ സ്കൂട്ടറിലോ ബൈക്കിലോ സ്പേസ് ഉള്ളതെന്ന് വെച്ചാൽ അവിടേക്ക് നമുക്ക് കൊണ്ടുചെല്ലാം. ബൈക്കിലാകുമ്പോൾ വേറെ കൊണ്ടുചെല്ലാൻ സ്പേസ് ഉണ്ടാവില്ല ആ എഞ്ചിന്റെ ഭാഗത്ത്. ഞാൻ എന്റെ പൾസറിൽ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിൽ പിസ്റ്റൺ സിലിണ്ടർ ഊരി കളഞ്ഞിട്ട് എനിക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ഞാൻ 2 വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്നു. അപ്പൊ അവര് കൊണ്ട് പോരാ ഞാൻ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് 2 മാസം വെയിറ്റ് ചെയ്തിട്ടും ചെയ്ത് കിട്ടാണ്ടായപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ആ പരിപാടി ഉപേക്ഷിച്ചു. നേരിട്ട് ഗിയർ മോട്ടർ എഞ്ചിനെ മൊത്തം അങ്ങനെ എടുത്ത് മാറ്റിയിട്ട് BLDC ഗിയർ മോട്ടർ അടക്കം വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു മോട്ടർ ഒരു 750 വാട്ട്സ് മതി നമുക്ക് അത്യാവശ്യം ടൗൺ ഓട്ടത്തിനൊക്കെ ഓടിക്കാനായിട്ട്. അത്തരത്തിലൊരു മോട്ടർ 750 വാട്ട്സിന്റെ ഒരു മോട്ടർ മേടിച്ചു വെച്ചിട്ട് ഡയറക്റ്റ് ചെയിൻ ഡ്രൈവ് ചെയ്തു. ചെയിൻ നമുക്ക് പഴയ ചെയിൻ എത്താണ്ട് വരും. അപ്പൊ നമ്മൾ ഒരു ചെയിനോടെ മേടിച്ചിട്ട് ലെങ്ത് കൂട്ടി കൊടുക്കേണ്ടി വരും. അത്തരത്തില് ഒന്ന് ലെങ്ത് കൂട്ടി ഞാൻ ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുത്തു, ചെയിൻ ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോട്ടർ വെക്കാനുള്ള ഒരു വെൽഡ് ചെയ്തിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കി, അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ബാറ്ററിയും വെക്കാനുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കി. അത്തരത്തില് നമുക്ക് ചെയ്യുന്ന സ്പേസ് ആ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് അതിന് വേണ്ട ഒരു പൈസയും കൂടെ നമ്മൾ ഇതിൽ കണക്ക് കൂട്ടണം. അപ്പൊ ഏകദേശം കുറച്ച് പൈസ കൂടെ വരും. ഞാൻ ചെയ്തതിന് ഒരു 10-20,000 വന്നിട്ടുണ്ട്. അതിന്റെ ബോഡിയൊക്കെ കെട്ടി ബാറ്ററി വയ്ക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാക്കി ടാങ്ക് ഒക്കെ കട്ട് ചെയ്ത് ഒരുവിധം നല്ല രീതിയിൽ ചെയ്തു വന്നപ്പോഴത്തേക്കും എനിക്കൊരു 20,000 രൂപ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന വണ്ടികളിൽ നിങ്ങൾക്ക് അത്ര നല്ല രീതിയിൽ ചെയ്യുമ്പോൾ പൈസ കൂടും, അല്ലാന്നുണ്ടെങ്കിൽ പൈസ കുറവേ വരുള്ളൂ കേട്ടോ. അപ്പോ അത്തരം രീതിയിലും ചെയ്യാം ബൈക്കിൽ. ഇനി നമുക്ക് ചെലവ് കുറയ്ക്കണമെങ്കിൽ ഈ ബോഡി കെട്ടുന്നത് പരിപാടിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ അങ്ങനെ കാണും, ബാറ്ററി ഇരിക്കുന്നതും എല്ലാം ഇരിക്കുന്നത് കാണുമെന്നുള്ളൂ. ഇതൊക്കെ ബോഡി കെട്ടുമ്പോൾ അതിന്റെ ഉള്ളിൽ എല്ലാതും പോവും. നല്ലൊരു ഭംഗി നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. എത്ര രീതിയിൽ ഭംഗിയൊക്കെ ആയിട്ട് ബോഡി കെട്ടിയെടുക്കാൻ പറ്റും. ഞാൻ അങ്ങനെ ചെയ്തേക്കണത്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പൈസ കൊള്ളുവന്നു. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ അത്രയും ചെലവ് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ ബൈക്കിൽ ഏകദേശം വരുന്ന ഇത്രയും ചെലവ് തന്നെയാണ്. ഇതേ ചെലവ് തന്നെ നമുക്ക് സ്കൂട്ടറിലായാലും വരും. സ്കൂട്ടറിലും ഇതേ മെറ്റീരിയൽ തന്നെ വേണം, ആ എക്സ്പെൻസ് തന്നെ വരും. അതായത് 50 രൂപ എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് അതിൽ വന്നിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് ആൾക്കാർ ചോദിക്കും, എന്നാ പിന്നെ നമുക്ക് ഇലക്ട്രിക് സ്കൂട്ടർ റെഡിമെയ്ഡ് ഉള്ള വണ്ടി മേടിച്ചുകൂടെയെന്ന്. റെഡിമെയ്ഡ് ഉള്ള വണ്ടി മേടിക്കാം, അതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉള്ള വണ്ടിയിൽ നല്ല രീതിയിൽ ഓടിക്കുമ്പോൾ ഇത്രയും ചെലവ് വരും. പിന്നെ റെഡിമെയ്ഡ് ഉള്ള വണ്ടിയിൽ ലിഥിയം ബാറ്ററി ഒന്നും വെച്ചിട്ടല്ല, ഈ പറഞ്ഞ 55 രൂപയ്ക്കൊക്കെ വണ്ടി കിട്ടുമെന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററി അല്ല വരുന്നത്. അതിൽ പറഞ്ഞാൽ VRL ബാറ്ററി ആണല്ലോ വരുന്നത്. പിന്നെ അതിൽ കൊണ്ടുവന്നിരിക്കുന്നത് വെയിറ്റ് കുറവാണ്. അതോടൊപ്പം തന്നെ ആ ഒരു ഓടിക്കാനുള്ള പെർഫെക്ഷൻ നമുക്ക് അതിൽ കിട്ടില്ല. അതാണല്ലോ നമുക്ക് ഇത്തരത്തിലുള്ള വണ്ടികൾ ചെയ്യണേന്റെ വരുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബൈക്കിൽ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് മോഡൽ വണ്ടിയിലായാലും നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. സ്കൂട്ടറിലാണെങ്കിൽ നമുക്ക് സ്കൂട്ടറിന്റെ സീറ്റിന്റെ അടിയിൽ വേണമെങ്കിൽ ബാറ്ററി വയ്ക്കാം. ഇനി അതല്ല, സീറ്റിന്റെ അടിഭാഗത്ത് എഞ്ചിന്റെ ഭാഗമൊക്കെ ഉണ്ട്. എഞ്ചിന് ഊരി കളഞ്ഞിട്ട് അവിടെ നമുക്ക് ബാറ്ററിയും ഈ പറഞ്ഞ നമ്മുടെ കൺട്രോളറും ചാർജറും ഒക്കെ വെക്കാവുന്ന ഒരു സ്പേസ് സെറ്റ് ചെയ്യാം. ഞാൻ എന്റെ ആക്റ്റീവ രണ്ടാമതുണ്ടാക്കിയ ആക്റ്റീവയിൽ ഞാൻ എന്താ ചെയ്ത, ഈ 50 രൂപ എക്സ്പെൻസ് വന്നല്ലോ, അത്രയും എനിക്ക് വേണ്ടാന്നുള്ളൊരു വിചാരം വന്നു. അപ്പൊ ഞാൻ പഴയ സാധനങ്ങൾ വെച്ചിട്ട് സെറ്റ് ചെയ്യുമെന്നൊരു തീരുമാനം എടുത്തു. അപ്പൊ പഴയ സാധനങ്ങൾ നമുക്ക് എവിടെ കിട്ടാം, സ്ക്രാപ്പിൽ കിട്ടാം. സ്ക്രാപ്പ് കട വലിയ പട്ടാളം മാർക്കറ്റിൽ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഏകദേശം നമ്മൾ പുതിയ സാധനങ്ങൾ മേടിക്കുന്ന 6000 രൂപയുടെ മോട്ടറൊക്കെ നമുക്ക് കിട്ടുന്നത് 1000 രൂപയ്ക്ക് 1500 രൂപയ്ക്കാണ്. അപ്പൊ അത് മതി. മോട്ടറിനൊന്നും ഒരു കേടില്ലാത്ത മോട്ടറുകളാണ് നമുക്ക് പട്ടാള മാർക്കറ്റിൽ നിന്ന് കിട്ടാം. മോട്ടറൊന്നും അങ്ങനെ പെട്ടെന്ന് കേടാവുന്നതല്ല. അപ്പൊ ഞാൻ അത്തരത്തിൽ രീതിയിലുള്ള അന്വേഷിച്ചു. അപ്പൊ ആ പട്ടാള മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അത്യാവശ്യം വണ്ടി തന്നെ മേടിക്കുന്നത് 5000 രൂപയ്ക്ക് അല്ലെങ്കിൽ 2500 രൂപയ്ക്കാണ് വണ്ടി മേടിക്കുന്നത്. അപ്പൊ 2500 രൂപയ്ക്ക് വണ്ടി മേടിച്ചാലും നമുക്ക് തരുന്നത് വലിയൊരു പൈസയായി. നമ്മൾ സ്പെയർ പാർട്സ് എല്ലാം മേടിച്ചു വരുമ്പോഴത്തേക്കും വലിയൊരു പൈസയിലേക്ക് എത്തി. ഒരു സ്ഥലത്ത് ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് മോട്ടർ തരുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ മോട്ടറിന് 2500 രൂപ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ കൺട്രോൾ എന്ന് പറഞ്ഞു 4000 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ പറഞ്ഞ പുതിയ വിലകളാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അവിടെ തിരിച്ചു വന്നു. OLX എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി, ആപ്പിൽ കയറി ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടി അടക്കം മൊത്തം നിലവിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി ബാറ്ററി പോയിട്ട് വിൽക്കാൻ ഇട്ടേക്കണത് 5000 രൂപയ്ക്കും 2500 രൂപയ്ക്കും 6000 രൂപയ്ക്കൊക്കെയാണ് ഇട്ടേക്കണത്. അപ്പൊ അത്തരത്തിലൊരു വണ്ടി ഞാൻ നോക്കി സെലക്ട് ചെയ്തു. 5000 രൂപയുടെ വണ്ടി നോക്കി. അപ്പൊ അതിലുള്ള എല്ലാ സാധനങ്ങളും കിട്ടി. ഹബ് മോട്ടർ കിട്ടി, BLDC കൺട്രോൾ കിട്ടി, ത്രോട്ടൈൽ കിട്ടി, ഇത്തരത്തിലെ എല്ലാ സാധനങ്ങളും കിട്ടി. ആ സാധനം ഞാൻ മൊത്തം ആ വണ്ടിയുടെ ഒക്കെ എടുത്തു. ആ വണ്ടി എടുത്തിട്ട് ഞാൻ എന്റെ ആക്റ്റീവയ്ക്ക് കിട്ടാൻ പോണത് ആകെ 2000 അല്ലെങ്കിൽ 2500 രൂപ കൊടുത്താൽ കിട്ടുള്ളൂ കേട്ടോ, പട്ടാളത്തിൽ കൊടുത്താൽ. അപ്പൊ അത് ഞാൻ എന്തായാലും കൊടുക്കണില്ല. ബോഡി നല്ല ബോഡിയാ, ബോഡിക്കൊന്നും ഒരു കുഴപ്പമില്ല. ആ ബോഡിയിലേക്ക് ഞാൻ ഇത്തരം പാർട്സുകളെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് കയറ്റി. അപ്പൊ എനിക്ക് വന്നിരിക്കുന്നത് 5000 രൂപയാണ് കേട്ടോ ഇതിനെല്ലാത്തിനും വന്നേക്കണം, ബോഡി പാർട്സിന് എല്ലാത്തിനും വന്നിരിക്കുന്നത്.
അപ്പൊ അത്തരത്തിലുള്ള ബോഡി പാർട്സ് ഞാൻ അതിൽ നിന്ന് ഇളക്കി മാറ്റി നമ്മുടെ ആക്ടിവയിലേക്ക് അറ്റാച്ച് ചെയ്തു. പിന്നെ ബാറ്ററി വെക്കാനുള്ള സ്പേസും അതിനൊക്കെ കൂടിയിട്ട് എനിക്കൊരു അതിന്റെ ഇരുമ്പും എല്ലാം കൂടെ കൂടിയിട്ട് എനിക്ക് കൂടി വന്നൊരു 5000 രൂപ ചെലവ് വന്നിട്ടുണ്ടാവും. അപ്പൊ 5 10 രൂപ എനിക്ക് ചെലവ് വന്നേക്കണം കേട്ടോ. പിന്നെ ആ വണ്ടിയുടെ കോസ്റ്റ് എന്റെ ആയതുകൊണ്ട് ഞാനത് കോസ്റ്റിൽ കണക്കൂട്ടിയില്ല. പക്ഷെ എന്നാലും കൂട്ടുകയാണെങ്കിൽ ഒരു 2500 രൂപ ഓടിക്കും. അപ്പൊ നമുക്ക് 10 രൂപയല്ലേ വന്നത്, 10ന്ന് ഒരു 12500 എത്തി, 12500 പിന്നെ അതിൽ നമുക്ക് എക്സ്പെൻസ് എന്ന് പറയാനായിട്ട് ബാറ്ററി ഒരു മെയിൻ ഭാഗമാണ്, ബാറ്ററി വരുന്നുണ്ട്. അപ്പൊ ബാറ്ററിക്ക് നമുക്ക് ഈ പറഞ്ഞ ലിഥിയം ബാറ്ററി വെക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 18000 രൂപ തൊട്ട് മുകളിലേക്ക് വരാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അതിലേക്ക് ഒരു 26Hന്റെ ബാറ്ററി ഒരു 15000 രൂപയിൽ 14000 രൂപ ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. അത്തരത്തിലൊരു ബാറ്ററി കൂടെ എനിക്ക് വെച്ചു. അപ്പൊ എനിക്ക് ചുരുക്കം പറഞ്ഞ ഒരു 30 രൂപ റേഞ്ചിലേക്ക് പരിപാടി കഴിഞ്ഞു. അത്തരത്തിലുണ്ടാക്കിയ വണ്ടിയാണ് എൻ്റെ ആക്റ്റീവ അതിൽ കിടക്കുന്നത്. അപ്പൊ ഏകദേശം നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിലൊക്കെ റേറ്റിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. കറക്റ്റ് റേറ്റ് തന്നെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യരുത്, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻ ഉണ്ടാവും. എന്നാലും ഞാൻ പറയണം, ആ ഒരു സ്കൂട്ടർ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അതിന്റെ പകുതി പൈസ വന്നിട്ടുള്ളൂ. അപ്പൊ അത്തരം രീതിയിലേക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ട് ഓടിക്കുന്നുണ്ട്. ഏകദേശം 60 കിലോമീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. ആ രീതിയിൽ ഓടിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈക്കാണെങ്കിൽ അത്തരം രീതിയിൽ, അതായത് നേരത്തെ പറഞ്ഞ പൾസർ ഉണ്ടാക്കിയ രീതിയിൽ നിങ്ങൾക്ക് ഓടിക്കാം. എങ്ങനെ ആയാലും കോസ്റ്റ് നിങ്ങളൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. പിന്നെ പഴയ ബാറ്ററി വെച്ച് ചെയ്യുന്നതോട് എനിക്കിപ്പോൾ വലിയ താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയ ലൈഫൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ബാറ്ററി കൂടി വന്ന 1 കൊല്ലം വരെ മാക്സിമം കിട്ടുള്ളൂ. VR ബാറ്ററി, ലിഥിയം ബാറ്ററി വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. അപ്പൊ ലിഥിയം ബാറ്ററി വെച്ചിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന എക്സ്പെൻസ് ഇത്രയാണ്. അതായത് ഒരു വണ്ടി ഉണ്ടാക്കാൻ വരുന്ന എക്സ്പെൻസ് 30,000 അല്ലെങ്കിൽ 50,000 തൊട്ട് മുകളിലേക്ക്. 50,000 നല്ല രീതിയിൽ ബൈക്കൊക്കെ ചെയ്യുമ്പോൾ 50,000 രൂപ വരും. കാരണം ബാറ്ററി പുതിയത് വേണം. ബാറ്ററി പുതിയത് വരുമ്പോൾ തന്നെ 25,000 രൂപ വന്നു. പിന്നെ വരുന്നത് അതില് സെക്കൻഡ് ഹാൻഡ് പാർട്സുകൾ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മെറ്റീരിയലിന് പൈസ കുറവ് വരും. ബാറ്ററി നമുക്ക് പഴയത് ഒരു കാരണവശാലും വെക്കണ്ട. അത് വെക്കാൻ ഉള്ള കേസിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ആരോടും പറയുമില്ല. ബാറ്ററി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അത് നമുക്ക് പുതിയ തന്നെ വേണം. അപ്പൊ പുതിയ ബാറ്ററിക്ക് 25,000 രൂപ കണക്ക് കൂട്ടിക്കൂ. പിന്നെ ഉള്ളത് നമ്മുടെ ബാക്കിയുള്ള മോട്ടർ, അതിന്റെ കിറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അത് സെക്കൻഡ് ഹാൻഡ് എടുക്കുകയാണെങ്കിൽ കൂടി വന്നാൽ ഒരു 6,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് താഴെയായിട്ട് സെക്കൻഡ് ഹാൻഡ് കിട്ടും. പുതിയത് എടുക്കുകയാണെങ്കിൽ കൂടുതൽ വരും. 13,000 രൂപ തൊട്ടിട്ട് മുകളിലേക്ക് നോക്കിയാൽ മതി പുതിയ പാർട്സുകൾക്ക്. അത്തരം രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇതില് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ ചോദിക്കാം. ഇനിയിപ്പോ ചിലവർക്ക് സ്റ്റാർട്ടിങ് എങ്ങനെ തുടങ്ങണ്ടേ, അപ്പൊ തുടങ്ങണ്ട എങ്ങനെയാന്ന് ചോദിക്കുന്ന അവരോട് പറയാനുള്ളത്, നിങ്ങളൊരു പഴയ വണ്ടി എടുക്കുന്നു. പഴയ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട്, അതായത് 2000 രൂപയിൽ 2500 രൂപ ഓടിക്കണം. പട്ടാളത്തിൽ നിന്ന് കിട്ടുന്ന വണ്ടി എടുക്കുന്നു. ഗിയർ ബോക്സ് കിട്ടുന്നതാണെങ്കിൽ ആ ഗിയർ ബോക്സിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പിസ്റ്റൺ സിലിണ്ടർ ഊരി കളയുന്നു. അതിലേക്ക് നമുക്ക് മോട്ടോർ വെക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. അങ്ങനെ വെച്ചിട്ട് ചെയിൻ ഡ്രൈവിൽ തന്നെ അതേ സെയിം മെത്തേഡിൽ തന്നെ ഓടിക്കാം. ബാറ്ററി ഉണ്ടാക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടെത്തണം. പിന്നെ വരുന്നത് ത്രോട്ടോയിലും മീറ്ററൊക്കെ, അതൊക്കെ അതാത് സ്ഥലത്ത് തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അത്തരം രീതിയിൽ വെച്ചിട്ടും ഓടിക്കാം. ഇനി അതല്ലെങ്കിൽ ഈ പറഞ്ഞ എഞ്ചിൻ അങ്ങോട്ട് ഊരി കളയുന്നു, അതിലേക്ക് ഒരു വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നു. മോട്ടോർ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ, ചെയിനിട്ട് ഡ്രൈവ് ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിലേക്കും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അത് അത്തരത്തിൽ ചെയ്യാം. അത്തരത്തിലും വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ അതെല്ലാം മാറ്റി കളയാം. നമുക്ക് എഞ്ചിന്റെ അവിടെ നമ്മുടെ ബാറ്ററി വെക്കാനുള്ള സ്പേസും കൺട്രോൾ വെക്കാനുള്ള സ്പേസും കണ്ടെത്തുക. ബേക്ക് വീല്, ഡ്രം, അതായത് BLDC ഹബ്ബ് മോട്ടോർ കയറ്റാം. അത്തരത്തിലും ചെയ്യാം. ഹബ്ബ് മോട്ടോർ കയറ്റുമ്പോൾ ലേശം വലിയ കുറവുണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ വരുന്ന മോട്ടറുകളൊക്കെ നല്ല വലിയുള്ള മോട്ടർ ഉണ്ട്. 1500 വാട്ട്സിന് മേലെയുള്ള മോട്ടറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പവർ ഉണ്ട്, നമുക്ക് വലിയൊക്കെ നല്ല രീതിയിൽ കിട്ടും. മറ്റേ ഗിയർ ടൈപ്പ് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് കൂടുതലായിരിക്കും. അത് നമുക്ക് എങ്ങനെ നോക്കിയാലും ടോർക്ക് മറ്റേ മോട്ടറിന് തന്നെ, ഗിയർ മോട്ടറിന് തന്നെ കിട്ടും. അപ്പൊ അത് വേണ്ടാത്ത ആൾക്കാർക്ക്, ടൗൺ ഏരിയയിലുള്ള ആൾക്കാർക്ക് ഹബ്ബ് മോട്ടർ തന്നെ ബൈക്കിൽ കയറ്റാവുന്നുള്ളൂ. അത്തരത്തിൽ കയറ്റിട്ട് ഓടിക്കാം. അപ്പൊ ഈ പറഞ്ഞ പോലെ എഞ്ചിന്റെ അവിടെ നമ്മൾ ബാറ്ററി വെക്കാനുള്ള സ്പേസ്, ടാങ്ക് അങ്ങനെ തന്നെ അവിടെ ഇരുന്നോട്ടെ, വേറെ ഒന്നും ഭംഗിക്ക് നമ്മളൊന്നും കളയണ്ട. പിന്നെ ത്രോട്ടയില്, മീറ്റർ, അത്തരം ഭാഗങ്ങൾ നമ്മളവിടെ സെറ്റ് ചെയ്താൽ മതി. അപ്പൊ ഒരു ബൈക്കിന്റെ പണികൾ കഴിഞ്ഞു. ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ അതിൽ വയറിങ്ങിന് ചെയ്യാനായിട്ടൊരു സ്റ്റെപ്പ് ഡൗൺ ഉണ്ട്, ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. അതായത് 48 വോൾട്ടിൽ നിന്ന് 12 വോൾട്ട് ആക്കാവുന്നത്. അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് എന്റെ പണി കഴിഞ്ഞു. സ്കൂട്ടർ ആണെങ്കിൽ സ്കൂട്ടറിനും ഇത്തരം രീതിയിൽ തന്നെ ചെയ്യാം. പഴയ വണ്ടി നമുക്ക് എടുക്കണമെങ്കിൽ പഴയ വണ്ടി എടുക്കാം. പഴയ വണ്ടിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 2000 രൂപ അതിന് എക്സ്പെൻസ് വന്നുള്ളൂ. പിന്നെ വരുന്നത് എഞ്ചിന്റെ ഭാഗത്ത് ബാറ്ററി വെക്കാനുള്ള സ്പേസ് കണ്ടെത്തുക. അവിടെ നമ്മൾ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി ബാറ്ററി, കൺട്രോളർ, ചാർജറൊക്കെ അതിൽ വെച്ചു. അത്തരത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബേക്ക് വീല് ഹബ്ബ് മോട്ടോർ കയറ്റാം.
ഇതിലേക്ക് നമുക്ക് BLDC മോട്ടർ, ഗിയർ ടൈപ്പ് മോട്ടർ വെക്കാൻ പറ്റും. പക്ഷെ പണി കൂടുതലായിരിക്കും സ്കൂട്ടറിലേക്ക് വെക്കുമ്പോൾ. അതിന് നമ്മൾ ബെൽറ്റ് ഡ്രൈവിന്റെ ഫിറ്റിംഗ്സ് കൊണ്ടുവരണം. അപ്പൊ അത്തരത്തിൽ ആവശ്യമില്ല. സ്കൂട്ടറൊക്കെ ആകുമ്പോൾ നല്ല ഒരു ഹബ്ബ് മോട്ടർ മേടിച്ചു വെച്ചാൽ മതി. ഹബ്ബ് മോട്ടർ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം. ഈ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇത്രയാണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. അതായത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ ഇത്രയ്ക്കും പോകും. എനിക്കുണ്ടായിട്ടുള്ള ഒരു പൈസ പോയതിന്റെ ഒരു വഴികളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഇത്തരത്തിൽ പോകും. പിന്നെ ചിലപ്പോൾ നമുക്ക് ചില ഇതിൽ പിന്നെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ ഒന്ന് അതിന് വേറെ സാധനം, വേറെ മോഡൽ വെക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഉള്ള എമൗണ്ടിൽ നിന്നൊക്കെ കുറേശ്ശെ കൂടുതൽ വരാം. അത്തരത്തില് വരും. എന്നാലും നമ്മൾ ഇത്രയും പൈസ നമുക്ക് ഇതിൽ മുടക്കേണ്ട വരും. നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഇത്രയും രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു 30,000 രൂപ ഏറ്റവും കുറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് വന്നിരിക്കും ഇത്തരത്തില്. പിന്നെ ഇതും അല്ലാണ്ട് നമുക്ക് പൈസ കുറയണമെങ്കിൽ നമുക്കിപ്പോ അതുപോലും മുടക്കാൻ പൈസ ഇല്ലെങ്കിൽ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഇലക്ട്രിക് വണ്ടി കംപ്ലൈന്റ് ആയിട്ടുള്ളത്, മുൻപ് ഇത് സ്റ്റഡി ചെയ്യാണ്ട ആൾക്കാർ VRL ബാറ്ററി ഒക്കെ വെച്ചിട്ട് കുറെ ആൾക്കാരെ ഇന്ന് പൈസ മേടിച്ചു, അതായത് വിറ്റ് ഒഴിവാക്കിയിട്ടുണ്ട്, അതായത് കച്ചവടം നടത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വണ്ടികളൊക്കെ നമ്മുടെ പല ആൾക്കാരുടെ വീടുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും പറമ്പുകളിൽ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മൾ കണ്ടെത്തിയിട്ട് ആ ബാറ്ററി അവർക്ക് രണ്ടുപേർക്കും തെറ്റല്ലാത്ത രീതിയിൽ ഒരു പൈസയിൽ കച്ചവടം ചെയ്യുക, അത് മേടിച്ചെടുക്കുക. അപ്പൊ അത്തരത്തിൽ മേടിച്ചെടുക്കുന്ന വണ്ടി നമ്മളൊരു 6,000 രൂപയ്ക്കാണ് മേടിച്ചതെന്നുണ്ടെങ്കിൽ ആ 6,000 രൂപയെ നമുക്ക് ആ വണ്ടിക്ക് വന്നിട്ടുള്ളൂ. അപ്പോ നമ്മൾ വലിയ സ്പീഡിലൊന്നും പോണ ഒരാളല്ലെങ്കിൽ ഈ പറഞ്ഞ വണ്ടി 25 കിലോമീറ്റർ ഒക്കെ സ്പീഡിലായിരിക്കും ചിലപ്പോൾ പോവുക. അത്തരത്തിലുള്ളൊരു വണ്ടി നമ്മളൊന്ന് മോഡിഫൈ ചെയ്താൽ മതി. അതിൽ എന്താണ് അതിന്റെ പോരായ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ബാറ്ററി മാത്രമാവും ആ വണ്ടിയിൽ പോരായ്മയായിട്ട് ഉണ്ടാവാൻ സാധ്യത. അപ്പൊ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലിഥിയം ഫോസ്ഫേറ്റിന്റെ ബാറ്ററി വെക്കുന്നു. അത് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൊള്ളില്ലെങ്കിൽ, അതിൽ വെക്കാൻ സ്പേസ് ഇല്ലെങ്കിൽ നമ്മൾ ആ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആ സ്പേസ് നമ്മളൊന്ന് രൂപമാറ്റം വരുത്തേണ്ടി വരും. ഒന്ന് ഈ നമ്മൾ വെക്കുന്ന ബാറ്ററിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യേണ്ടി വരും. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് വേറെ നിലവിൽ കംപ്ലൈന്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. കാരണം അത്തരം രീതിയിൽ നമുക്ക് ഓടിക്കാം. അപ്പൊ അതിന് വരുന്ന എക്സ്പെൻസ് എത്രയാ? ഈ പറഞ്ഞ 6,000 രൂപയ്ക്ക് വണ്ടി മേടിച്ചെങ്കിൽ 6,000 രൂപ, ലിഥിയം ബാറ്ററി മേടിച്ചത് ഒരു 20,000 രൂപയ്ക്കാണെങ്കിൽ 20,000 രൂപ. അപ്പൊ 26,000 രൂപയാണ് ഇതിന് വരുന്നത്. 26,000 രൂപ വന്നാലും ആ ലിഥിയം ബാറ്ററിയാണ് നമുക്ക് അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിന് കിട്ടുന്നത് 3 വർഷം കമ്പനി തരുന്ന വാറണ്ടി, പ്ലസ് അത് കിട്ടാൻ പോകുന്നത് ഒരു ദിവസം എന്ന രീതിയിൽ ചാർജ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ അതിന് 3,500 സൈക്ലിംഗ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 5 വർഷം അല്ലെങ്കിൽ 8 വർഷം വരെ കിട്ടാം. നമ്മൾ 8 വർഷം വരെ കിട്ടണം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസം ഓടില്ല, അല്ലെങ്കിൽ മുടക്ക് ദിവസം ഓടില്ല. അതൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് നിൽക്കുകയാണ്, സൈക്ലിംഗ് കുറയാണ്ട് അവിടെ നിൽക്കാണല്ലോ. അപ്പൊ അത്തരത്തിൽ ഓടുമ്പോൾ നമുക്ക് എങ്ങനെ പോയാലും നമുക്ക് ഇയർ കൂടുതൽ കിട്ടും. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ 3 കൊല്ലത്തിനുള്ളിൽ നമുക്ക് ഇതിന്റെ പൈസ മുതലായിട്ടുണ്ടാവും. പിന്നെ ഉള്ളതൊക്കെ ലാഭമാണല്ലോ. അപ്പൊ അത്തരത്തിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും ലാഭമാണ്, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുകൊടുക്കാം. ഇനി സോളാർ ഉള്ള വീട്ടുകാരാണെങ്കിൽ ആ പൈസ കൂടെ വരുന്നില്ല, അതായത് ചാർജിങ് പൈസ കൂടെ വരുന്നില്ല. അപ്പൊ ഇത്തരത്തിലാണ് നമുക്ക് വണ്ടികൾ സെറ്റ് ചെയ്യുക. അതിപ്പോ പുതിയത് വേണമെന്നില്ല, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന അത്തരത്തിലുള്ള വണ്ടികൾ, പുതിയതില് വേണമെങ്കിൽ പുതിയതില്, പഴയതിൽ വേണമെങ്കിൽ പഴയത്, ഇന്നല്ല പഴയ ഇലക്ട്രിക് വണ്ടി ഇറക്കിയിട്ടുള്ള അതിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് രീതിയിൽ വേണേലും ചെയ്യാം, ഏത് വണ്ടി വേണേലും മോഡിഫൈ ചെയ്യാം. സ്കൂട്ടർ ആയാലും ബൈക്ക് ആയാലും ഇന്ന ബൈക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഇല്ല, ഏത് വണ്ടി വേണേലും മോഡിഫൈ ചെയ്യാം. അതും അതിൻ്റെയുള്ള ഫിറ്റിങ്സുകളും ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെയ്യുന്ന മെത്തേഡുകളും ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ഏകദേശം കോമൺ ആയിട്ടുള്ള മെത്തേഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞങ്ങനെ എല്ലാ വണ്ടികളുടെയും, സ്കൂട്ടറിന്റെയും ബൈക്കിന്റെ ആയാലും എല്ലാ വണ്ടികളുടെയും ചെയ്യുന്ന മെത്തേഡാണ് പറഞ്ഞത്. ഒരുവിധം എല്ലാം ഇത്തരം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത്തരം രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഓടിക്കാം. അപ്പൊ ഇത്തരം രീതികൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് എടുത്ത് ചോദിച്ചോളൂ, ഞാനത് ഫോണിൽ പറഞ്ഞുതരാം. നേരിട്ട് ഫോണിൽ തന്നെ സംസാരിക്കാം, അതല്ലെങ്കിൽ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ അതിൽ റിപ്ലൈ തരാം കേട്ടോ.